ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻ്റർകണക്ഷൻ ഓഫ് ത്രീ ഫേസ് സിസ്റ്റമാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പോളിഫേസ് സിസ്റ്റം ഡിസ്കസ് ചെയ്തു. പോളിഫേസ് സിസ്റ്റത്തിൽ ത്രീ ഫേസ് സിസ്റ്റം എന്താണ് ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇനി ത്രീ ഫേസ് സിസ്റ്റത്തിൽ നമ്മൾ ഫേസുകൾ തമ്മിൽ എങ്ങനെ ഇൻ്റർകണക്ഷൻ ചെയ്യും എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രധാനമായിട്ടും രണ്ട് രീതിയിലാണ് നമുക്ക് ഇൻ്റർകണക്ഷൻ ചെയ്യാൻ പറ്റുക. ഒന്നാമത്തതാണ് സ്റ്റാർ കണക്ഷൻ, രണ്ടാമത്താണ് ഡെൽറ്റ കണക്ഷൻ. അപ്പോൾ ഈ ഒരു ഫേസിൻ്റെ കോയിലുകൾ തമ്മിൽ എങ്ങനെ ഇൻ്റർകണക്ട് ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മൾ സ്റ്റാർ കണക്ഷനും അതേപോലെ ഡെൽറ്റ കണക്ഷനും നമ്മൾ തീരുമാനിക്കാം. അപ്പോൾ ഏതൊരു കോയിൽ എടുത്തു കഴിഞ്ഞാലും, ഫോർ എക്സാമ്പിളായിട്ട് നമ്മളിങ്ങനെ ഒരു കോയിൽ എടുത്തു കഴിഞ്ഞാൽ ഈ കോയിലിൻ്റെ ഈ ഒരു ഭാഗം സ്റ്റാർട്ടിംഗ് എൻഡ് ആണെങ്കിൽ ഈ ഒരു ഭാഗം നമുക്ക് ഫിനിഷിംഗ് എൻഡായിട്ട് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ 3 കോയിലുണ്ട് അല്ലെങ്കിൽ 3 ഫേസ് ഉണ്ട്. അപ്പോൾ 3 ഫേസിനും ഒരു സ്റ്റാർട്ടിംഗ് എൻഡും ഉണ്ടാകും, അതേപോലെ ഫിനിഷിംഗ് എൻഡും ഉണ്ടാകും. അപ്പോൾ സ്റ്റാർ കണക്ഷൻ ആകുന്ന സമയത്ത് ഒരേപോലെയുള്ള എൻഡുകൾ ഒന്നെങ്കിൽ സ്റ്റാർട്ടിംഗ് എൻഡാകാം അല്ലെങ്കിൽ ഫിനിഷിംഗ് എൻഡാകാം ഒരൊറ്റ കോമൺ പോയിന്റിൽ കൂട്ടിച്ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കണക്ഷനെ പറയുന്ന പേരാണ് സ്റ്റാർ കണക്ഷൻ എന്ന് പറയും. അപ്പോൾ ഒന്നെങ്കിൽ എല്ലാ കോയിലിൻ്റെയും സ്റ്റാർട്ടിംഗ് എൻഡ് നമ്മൾ എന്ത് ചെയ്യും, ഒരു കോമൺ പോയിന്റിൽ കൂട്ടിച്ചേർക്കും, അല്ലെങ്കിൽ എല്ലാ ഫേസിൻ്റെയും ഫിനിഷിംഗ് എൻഡ് നമ്മൾ എന്ത് ചെയ്യും, ഒരു കോമൺ പോയിന്റിൽ കൂട്ടിച്ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കണക്ഷനെ നമുക്ക് സ്റ്റാർ കണക്ഷൻ എന്ന് പറയാൻ പറ്റും. ഈ ഒരു ഫിഗർ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. ഇവിടെ 3 ഫേസ് ഉണ്ട്, R എന്നുള്ള ഫേസ് ഉണ്ട്, Y എന്നുള്ള ഫേസ് ഉണ്ട്, B എന്നുള്ള ഫേസ് ഉണ്ട്. അപ്പോൾ Rൻ്റെ ഇത് സ്റ്റാർട്ടിങ് എൻഡാണെന്ന് കരുതാം, ഇത് ഫിനിഷിംഗ് എൻഡാണെന്ന് കരുതാം. അതേപോലെ Bൻ്റെ ഇത് സ്റ്റാർട്ടിങ് എൻഡാണെന്ന് കരുതാം, ഇത് ഫിനിഷിംഗ് എൻഡാണെന്ന് കരുതാം. അതേപോലെ Yൻ്റെ ഇത് സ്റ്റാർട്ടിങ് എൻഡാണെന്ന് കരുതാം, അതേപോലെ ഇത് ഫിനിഷിംഗ് എൻഡാണെന്ന് കരുതാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റും 3 കോയിലിൻ്റെയും അല്ലെങ്കിൽ 3 ഫേസിൻ്റെയും സ്റ്റാർട്ടിംഗ് എൻഡുകൾ നമ്മൾ N എന്നുള്ള ഒരു കോമൺ പോയിന്റിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കണക്ഷൻ നമുക്ക് സ്റ്റാർ കണക്ഷൻ എന്ന് പറയാൻ പറ്റും. ഈ എന്നിനെ പറയുന്ന പേരാണ് ന്യൂട്രൽ നമ്മൾ പറഞ്ഞു. ഈ ഒരു ഇവിടെ നിൽക്കുന്ന വയറിന് നമ്മൾ ന്യൂട്രൽ വയറും നമ്മൾ പറയാറുണ്ട്. ഇനി അതിൻ്റെ നമുക്ക് ഡീറ്റെയിൽസിലോട്ട് പോകാം. ഡീറ്റെയിൽസിലോട്ട് പോകുന്ന സമയത്ത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഈ ഒരു പോയിൻ്റ് ന്യൂട്രലാണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ ഓരോ ഫേസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഓരോ ഫേസ് എന്ന് പറഞ്ഞാൽ ഇവിടെ R എന്ന് മാർക്ക് ചെയ്തത് റെഡാണ്, അതേപോലെ Y എന്ന് മാർക്ക് ചെയ്ത് യെല്ലോ ആണ്, B എന്ന് മാർക്ക് ചെയ്ത് ബ്ലൂ ആണ്. അപ്പോൾ ഇവിടെ R, Y, B എന്ന് കാണിച്ചിട്ടുണ്ട്. ഇനി നോക്കാം, നമ്മളിവിടെ എല്ലാത്തിനും കറണ്ടിൻ്റെ ഡയറക്ഷൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ശരിക്കും ഒരു ജനറേറ്ററിൻ്റെ കണക്ഷനാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ജനറേറ്റർ ആകുന്ന സമയത്ത് ഇവിടെ നിന്ന് ഉണ്ടാകുന്ന കറണ്ട് പുറത്തോട്ട് പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഈ 3 ഫേസ്, R എന്നുള്ള ഫേസ്, Y എന്നുള്ള ഫേസ്, B എന്നുള്ള ഫേസ് ഒക്കെ കറണ്ടിൻ്റെ ഡയറക്ഷൻ നമ്മൾ പുറത്തോട്ടാണ് കാണിച്ചിട്ടുള്ളത്. കണ്ടോ, ഇത് പുറത്തോട്ടാണ്, ഇതും പുറത്തോട്ടാണ്, അതേപോലെ ഇതും പുറത്തോട്ടാണ്. അത് പുറത്തോട്ട് പോയിട്ട് നമ്മൾ സർക്യൂട്ടിലോട്ട് കണക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഈ ലൈനിലോട്ട് നമ്മൾ കണക്ട് ചെയ്യണം. RYB എന്നുള്ള ലൈനിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം, കണക്ട് ചെയ്യണം. അപ്പോൾ ആ ഒരു ലൈൻ നമ്മൾ എന്ത് ചെയ്തിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫേസിലുള്ള ഈ R എന്നുള്ള ഫേസിലുള്ള കറണ്ടാണ് IR എന്ന് പറയും. ഇവിടെ N ഉണ്ട്, അതേപോലെ ഇവിടെ R ഉണ്ട്. സോ ഈ ഒരു കണക്ഷന്, അതായത് ഈ ഒരു ഫേസിലുള്ള കറണ്ടിന് നമ്മൾ പറയുന്ന പേരാണ് IR എന്ന് പറയും. അതേപോലെ ഈ ഒരു ഫേസിലുള്ള കറണ്ടിനെ പറയുന്ന പേരാണ് IY എന്ന് പറയും. ഇവിടെയുള്ള Y എന്നുള്ള ഫേസിലുള്ള കറണ്ടിനെ പറയുന്ന പേരാണ് IY എന്ന് പറഞ്ഞു. അതേപോലെ B എന്നുള്ള ഫേസിലുള്ള കറണ്ടിനെ പറയുന്ന പേരാണ് IB എന്ന് പറഞ്ഞു. അപ്പോൾ അതേപോലെ R എന്നുള്ള ലൈനിലുള്ള കറണ്ടിനെ പറയുന്ന പേരാണ് IR എന്ന് പറഞ്ഞു. അതേപോലെ Y എന്നുള്ള ലൈനിലുള്ള കറണ്ടിനെ പറയുന്ന പേരാണ് IY എന്ന് പറഞ്ഞു. B എന്നുള്ള ലൈനിലുള്ള കറണ്ടിനെ പറയുന്ന പേരാണ് IB എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടെയുള്ള കറണ്ട് IB ആണ്, IB എന്നും പറഞ്ഞു. അപ്പോൾ ഇവിടെ നമുക്ക് 2 രീതിയിലുള്ള കറണ്ടിനെ നമുക്ക് പറയാൻ പറ്റും. ഒന്ന് ഫേസ് കറണ്ടും ഉണ്ട്, അതേപോലെ ലൈൻ കറണ്ടും ഉണ്ട്. ഫേസ് കറണ്ടും ഉണ്ട്, അതേപോലെ ലൈൻ കറണ്ടും ഉണ്ട്. ഫേസ് കറണ്ട് എന്ന് പറഞ്ഞാൽ ഓരോ ഫേസിലുള്ള കറണ്ടിനെ നമുക്ക് പറയുന്ന പേരാണ് ഫേസ് കറണ്ട് എന്ന് പറഞ്ഞു. അത് ലൈനിലുള്ള കറണ്ടിനെ പറയുന്ന പേരാണ് ലൈൻ കറണ്ട് എന്ന് പറഞ്ഞു. ഇപ്പോൾ ഇവിടെ നോക്കാം, ഇവിടെ R എന്നുള്ള ഫേസിലുള്ള കറണ്ട് ഏതാണ്, IRN ആണ്. അതേപോലെ Y എന്നുള്ള ഫേസിലുള്ള കറണ്ട് IYN ആണ്. B എന്നുള്ള ഫേസിലുള്ള കറണ്ട് IBN ആണ്. അപ്പോൾ ഈ ഒരു ഇൻ്റർ കണക്ഷനകത്തുള്ള ലൈൻ കറണ്ടുകളാണ്, ഫേസ് കറണ്ടുകളാണ് IRനും IYനും അതേപോലെ IBനും. വളരെ ശ്രദ്ധിക്കുക, ഈ ഒരു ഇൻ്റർ കണക്ഷനിലുള്ള ഫേസ് കറണ്ടുകളാണ് IRN, IYN, IBN, കാരണം അത് ഫേസിനകത്തുള്ള കറണ്ടാണ്. എന്നാൽ ലൈനിലോട്ട് പോകുന്ന അല്ലെങ്കിൽ ലൈനിലുള്ള കറണ്ടിനെ നമ്മൾ പറയുന്ന പേര്, ഔട്ടർ ലൈനിലുള്ള കറണ്ടിനെ നമ്മൾ പറയുന്ന പേരാണ് ലൈൻ കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ R എന്നുള്ള ലൈനിലുള്ള കറണ്ടാണ് IR, ഇവിടെ Y എന്നുള്ള ലൈനിലുള്ള കറണ്ടാണ് IY, B എന്നുള്ള ലൈനിലുള്ള കറണ്ടാണ് IB എന്ന് പറഞ്ഞാൽ. സോ ഈ ഒരു ഇൻ്റർ കണക്ഷനകത്തുള്ള
ലൈൻ കറണ്ടാണ് IR, IY, അതേപോലെ തന്നെ IB എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതാണ് ലൈൻ കറണ്ടും അതേപോലെ ഫേസ് കറണ്ടായിട്ട് നമുക്ക് പറയാനുള്ളത്. അതേപോലെ തന്നെ നമുക്ക് പറയാനുള്ളതാണ് ലൈൻ വോൾട്ടേജും അതേപോലെ ഫേസ് വോൾട്ടേജും. ഇപ്പോൾ ഇവിടെ നോക്കാം, ഓരോ ഫേസിനകത്തുള്ള വോൾട്ടേജിനെ നമ്മൾ പറയുന്ന പേരാണ് അതിൻ്റെ ഫേസ് വോൾട്ടേജ് എന്ന് പറയും. രണ്ട് ലൈനുകൾ തമ്മിലുള്ള വോൾട്ടേജിനെ പറയണം, അല്ലെങ്കിൽ രണ്ട് ഫേസുകൾ തമ്മിലുള്ള വോൾട്ടേജിനെ പറയുന്ന പേരാണ് ലൈൻ വോൾട്ടേജ് എന്ന് പറയും. അല്ലെങ്കിൽ രണ്ട് ലൈനുകൾ തമ്മിലുള്ള വോൾട്ടേജിനെ നമ്മൾ പറയുന്ന പേരാണ് ലൈൻ വോൾട്ടേജ് എന്ന് പറയും. ഔട്ടർ ലൈനിലുള്ള രണ്ട് ലൈനുകൾ തമ്മിലുള്ള വോൾട്ടേജിനെ നമ്മൾ ലൈൻ വോൾട്ടേജ് എന്ന് പറയും. അപ്പോൾ ഫിഗർ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും, ആർ എന്നുള്ള ഫേസിൻ്റെ വോൾട്ടേജാണ് VR എന്ന് പറഞ്ഞാൽ. അപ്പോൾ R എന്നുള്ളതിൻ്റെയും Nൻ്റെയും ഇടയിലുള്ള വോൾട്ടേജാണ് VR എന്ന് പറഞ്ഞാൽ. അതേപോലെ VY എന്ന് പറഞ്ഞാൽ അതേപോലെ Yൻ്റെയും Nൻ്റെയും ഇടയിലുള്ള വോൾട്ടേജാണ് VY എന്ന് പറഞ്ഞാൽ. അതേപോലെ നമുക്ക് പറയാൻ പറ്റും Bൻ്റെയും അതേപോലെ Nൻ്റെയും ഇടയിലുള്ള വോൾട്ടേജാണ് ശരിക്ക് Bൻ്റെയും അതേപോലെ Nൻ്റെയും ഇടയിലുള്ള വോൾട്ടേജാണ് VB എന്ന് പറഞ്ഞാൽ. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. അപ്പോൾ ഈ സർക്യൂട്ടിലുള്ള ഫേസ് വോൾട്ടേജുകളാണ് VR, അതേപോലെ VY, അതേപോലെ VB എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫേസിൽ കിട്ടുന്ന വോൾട്ടേജിനെ നമ്മൾ പറയുന്ന പേരാണ് ഫേസ് വോൾട്ടേജ് എന്ന് പറഞ്ഞു. VR, VY, VB എന്താണ് ഫേസ് വോൾട്ടേജിന് നമുക്ക് എക്സാമ്പിളായിട്ട് പറയാൻ പറ്റും. ഇനി രണ്ട് ലൈനുകൾ തമ്മിലുള്ള വോൾട്ടേജിന് നമ്മൾ പറയുന്ന പേരാണ് ലൈൻ വോൾട്ടേജ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും, ഇവിടെ R എന്നുള്ള ലൈനുണ്ട്, Y എന്നുള്ള ലൈനുണ്ട്, അതേപോലെ B എന്നുള്ള ലൈനുണ്ട്. അപ്പോൾ Rൻ്റെയും Yൻ്റെയും ഇടയിലുള്ള ഈ രണ്ട് ലൈനുകൾ തമ്മിലുള്ള വോൾട്ടേജാണ് VRY എന്ന് പറഞ്ഞാൽ, VRY എന്ന് പറഞ്ഞു. അതേപോലെ Yൻ്റെയും Bൻ്റെയും ഇടയിലുള്ള വോൾട്ടേജിന് പറയുന്ന പേരാണ് VYB എന്ന് പറഞ്ഞു. അതേപോലെ Rൻ്റെയും Bൻ്റെയും ഇടയിലുള്ള വോൾട്ടേജിനെ പറയുന്ന പേരാണ് VRB എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു വോൾട്ടേജിനെ കോമൺ ആയിട്ട് നമ്മൾ ഏത് പേര് പറയും, ലൈൻ വോൾട്ടേജ് എന്ന് പറയും. അപ്പോൾ ലൈൻ വോൾട്ടേജുകളാണ് VRY, VYB, അതേപോലെ VRB. രണ്ട് ലൈനുകൾ തമ്മിലുള്ള വോൾട്ടേജിനെ പറയുന്ന പേരാണ് ലൈൻ വോൾട്ടേജ്. അപ്പോൾ VRY ലൈൻ വോൾട്ടേജാണ്, VYB ലൈൻ വോൾട്ടേജാണ്, VRB എന്താണ് ഇവിടെ ലൈൻ വോൾട്ടേജ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലൈൻ വോൾട്ടേജ് എന്ന് പറഞ്ഞു. നമ്മൾ നേരത്തെ എന്ത് പറഞ്ഞു, VR, VY, VB എന്താണ് ഇതിൻ്റെ ഫേസ് വോൾട്ടേജ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഇതിൻ്റെ ജസ്റ്റ് നമുക്ക് നോട്ടൊന്ന് ശ്രദ്ധിക്കാം. നോട്ട് പറയുന്നത്, ദിസ് സിസ്റ്റം ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ജോയിനിങ് ടുഗദർ സിമിലർ എൻഡ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ ഐദർ സ്റ്റാർട്ട് ഓർ ഫിനിഷിംഗ് എൻഡ്, അതായത് സിമിലർ എൻഡുകൾ, ഒരേപോലത്തെ എൻഡുകൾ, ഒന്നുകിൽ സ്റ്റാർട്ടിംഗ് എൻഡ് ആകാം, അല്ലെങ്കിൽ എന്താകാം ഫിനിഷിംഗ് എൻഡ് ആകാം, തമ്മിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ടാകുന്ന സിസ്റ്റത്തെ പറയുന്ന പേരാണ് സ്റ്റാർ കണക്ഷൻ എന്ന് പറഞ്ഞു. അറ്റ് എ കോമൺ പോയിന്റ് N ഈസ് ഷോൺ ഇൻ ഫിഗർ, ദിസ് പോയിന്റ് ഇസ് നോൺ ആസ് ന്യൂട്രൽ പോയിന്റ് ഓഫ് സ്റ്റാർ പോയിന്റ്. നമ്മളൊരു കോമൺ പോയിന്റിലാണ് കൂട്ടിച്ചേർക്കുന്നത് പറഞ്ഞു. ആ കോമൺ പോയിന്റിനെ പറയുന്ന പേരാണ് ന്യൂട്രൽ എന്ന് പറഞ്ഞു. N എന്നുള്ള പോയിന്റ് കൊണ്ട് നമ്മളവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, മാർക്ക് ചെയ്തിട്ടുണ്ട് ന്യൂട്രൽ പോയിന്റ്, അല്ലെങ്കിൽ അതിനെ പറയുന്ന മറ്റൊരു പേരാണ് സ്റ്റാർ പോയിന്റ് എന്നും പറയാറുണ്ട്. ദ കണ്ടക്ടർ ടേക്കൻ ഫ്രം ന്യൂട്രൽ പോയിന്റ് ഈസ് നോൺ ആസ് ന്യൂട്രൽ വയർ. നമ്മൾ ഈ ഒരു ന്യൂട്രൽ പോയിന്റിൽ നിന്നും പുറത്തോട്ട് എടുക്കുന്ന വയറിനെ പറയുന്ന പേരാണ് ന്യൂട്രൽ വയർ എന്ന് പറഞ്ഞു. സച്ച് എ സിസ്റ്റം ഈസ് നോൺ ആസ് 3-phase 4-wire സിസ്റ്റം. ഈ ഒരു സിസ്റ്റത്തിൽ നമുക്ക് ഇവിടെ 3 ഫേസ് ആണെങ്കിൽ 4 വയറുണ്ട്. 4 വയർ എന്ന RYB എന്നുള്ള 3 ഫേസ് വയറും N എന്നുള്ള ന്യൂട്രൽ വയറും നമുക്ക് പുറത്തുള്ളതുകൊണ്ട് തന്നെ ഈ ഒരു സിസ്റ്റത്തെ നമുക്ക് എന്ത് പേരിൽ അറിയാൻ പറ്റും, 3-phase 4-wire സിസ്റ്റം എന്ന പേരിൽ പറയാൻ പറ്റും. If the system is applied across a balanced load, the neutral wire will be carrying 3 current which are exactly equal in magnitude but are 120 degree out of phase with each other. നമ്മുടെ സിസ്റ്റം ബാലൻസ്ഡ് ലോഡാണെങ്കിൽ, എന്താണ് ബാലൻസ്ഡ് ലോഡ് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പിന്നീട് ഡിസ്കസ് ചെയ്യാം. നമ്മുടെ സിസ്റ്റം ബാലൻസ്ഡ് ലോഡാണെങ്കിൽ, 3 ഫേസിലുള്ള ലോഡ് സെയിം ആണെന്നെങ്കിൽ, ബാലൻസ്ഡ് ചെയ്തിട്ട് സെയിം ആണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ന്യൂട്രൽ വയറിൽ ഒരു ഈക്വൽ മാഗ്നിറ്റ്യൂഡുള്ള കറണ്ട് എന്ത് ചെയ്യും, ഫ്ലോ ചെയ്യും. 3 ഈക്വൽ മാഗ്നിറ്റ്യൂഡുള്ള കറണ്ട് ഉണ്ടാകും. ആ ഈക്വൽ മാഗ്നിറ്റ്യൂഡുള്ള കറണ്ടിൻ്റെ ഓരോന്നും തമ്മിൽ 120 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഉണ്ടാകും, അല്ലെങ്കിൽ ഔട്ട് ഓഫ് ഫേസ് ആയിരിക്കും ഓരോന്നും തമ്മിൽ. ആ രീതിയിലുള്ള കറണ്ട് എന്ത് ചെയ്യും, ന്യൂട്രലിലൂടെ ഫ്ലോ ചെയ്യും. ഇനി നമ്മൾ പറഞ്ഞു എന്തായിരുന്നു, ഫേസ് വോൾട്ടേജും അതേപോലെ ലൈൻ വോൾട്ടേജും പറഞ്ഞു. അപ്പോൾ ഫേസ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഇൻ ഈച്ച് വൈൻഡിങ് ഈസ് നോൺ ആസ് ഫേസ് വോൾട്ടേജ്. ഓരോ വൈൻഡിങ്ങിലുള്ള അല്ലെങ്കിൽ ഓരോ ഫേസിലുള്ള വോൾട്ടേജിനെ നമ്മൾ പറയുന്ന പേരാണ് ഫേസ് വോൾട്ടേജ് എന്ന് പറഞ്ഞു. അപ്പോൾ ഫേസ് വോൾട്ടേജിനെ നമ്മൾ മാർക്ക് ചെയ്യുന്നത് സാധാരണ V ഫേസ് എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുക. V ഫേസ് എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ സാധാരണ എന്ത് ചെയ്യുക, ഫേസ് വോൾട്ടേജിനെ മാർക്ക് ചെയ്യുക.
അതേപോലെ അപ്പോൾ നമ്മൾ ഈ ഒരു ഫിഗറിലുള്ള ഫേസ് വോൾട്ടേജ് നമ്മൾ മാർക്ക് ചെയ്തു. വി ആർ ഒരു ഫേസ് വോൾട്ടേജ് ആയിരുന്നു, വി വൈ ഒരു ഫേസ് വോൾട്ടേജ് ആണ്, അതേപോലെ വി ബി എന്താണ് ഒരു ഫേസ് വോൾട്ടേജ് ആണ്. അപ്പോൾ വി ആർ ഈസ് ഈക്വൽ ടു വി വൈ ഈസ് ഈക്വൽ ടു വി ബി ഈസ് ഈക്വൽ ടു എന്ത് പറഞ്ഞു, വി ഫേസ് നമ്മൾ പറഞ്ഞു. ഇതാണ് ബാലൻസ് ലോഡാണെന്നുണ്ടെങ്കിൽ അപ്പോൾ സർക്യൂട്ടിനകത്തുള്ള ഫേസ് വോൾട്ടേജുകൾ നമ്മൾ മാർക്ക് ചെയ്തു. അതേപോലെ ലൈൻ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു വോൾട്ടേജ് വിൽ ബി എനി വോൾട്ടേജ് ബിറ്റ്വീൻ എനി ടു ഔട്ടർ ലൈൻ ഈസ് നോൺ ആസ് വോൾട്ടേജ് എന്ന് പറഞ്ഞു. ലൈൻ വോൾട്ടേജ് അതായത് ഏതെങ്കിലും രണ്ട് ഔട്ടർ ലൈനുകൾ തമ്മിലുള്ള വോൾട്ടേജിനെ പറയുന്ന പേരാണ് വോൾട്ടേജ് ബിറ്റ്വീൻ എനി ടു ഔട്ടർ ലൈൻ ഈസ് നോൺ ആസ് ലൈൻ വോൾട്ടേജ് എന്ന് പറഞ്ഞു. രണ്ട് ഔട്ടർ ലൈനുകൾ തമ്മിലുള്ള വോൾട്ടേജിനെ പറയുന്ന പേരാണ് ലൈൻ വോൾട്ടേജ് എന്ന് പറഞ്ഞു. ഇപ്പോൾ ഫിഗർ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും, വി ആർ വൈ ഒരു ലൈൻ വോൾട്ടേജ് ആണ്, വി വൈ ബി ഒരു ലൈൻ വോൾട്ടേജ് ആണ്, വി ആർ ബി ഒരു ലൈൻ വോൾട്ടേജ് ആണ്. നമ്മൾ കോമൺ ആയിട്ട് ലൈൻ വോൾട്ടേജിനെ വി എൽ എന്നുള്ള പേരിലാണ് അറിയുക. അപ്പോൾ വി എൽ എന്നിവിടെ കാണിച്ചു. ഇനി നമ്മൾ പറയാനുള്ളത് ഫേസ് കറണ്ട് ആണ്. ഇപ്പോൾ ഫേസ് കറണ്ട് എന്ന് പറഞ്ഞാൽ കറണ്ട് ഫ്ലോയിങ് ഇൻ ഈച്ച് വൈൻഡിങ് ഇസ് നോൺ ആസ് ഫേസ് കറണ്ട്. ഓരോ വൈൻഡിങ്ങിലും ഉണ്ടാകുന്ന കറണ്ടിനെ പറയുന്ന പേരാണ് ഫേസ് കറണ്ട് എന്ന് പറഞ്ഞു. അത് ഐ ഫേസ് എന്നുള്ള നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഐ ഫേസ് എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ സാധാരണ ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുക ഐ പി എച്ച് എന്നുള്ള രീതിയിൽ അതിനെ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫിഗറിൽ കാണിച്ചു ഫേസ് കറണ്ട് ഏതൊക്കെയായിരുന്നു, ഐ ആർ എൻ, ഐ വൈ എൻ, ഐ ബി എൻ, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് ഐ ഫേസ് ആണ് നമ്മൾ പറഞ്ഞു. ബാലൻസ് ലോഡാണെങ്കിൽ ഐ ആർ എൻ ഈസ് ഈക്വൽ ടു ഐ വൈ എൻ ഈസ് ഈക്വൽ ടു ഐ ബി എൻ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, ഐ ഫേസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. മൂന്നും ഈക്വൽ കറണ്ട് ആയിരിക്കും. അതേപോലെ ലൈൻ കറണ്ട് നമ്മൾ പറഞ്ഞു കറണ്ട് ഫ്ലോയിങ് ഇൻ ഔട്ടർ ലൈൻ ഇസ് നോൺ ആസ് ലൈൻ കറണ്ട്. നമ്മൾ ഔട്ടർ ലൈനിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ പറയുന്ന പേരാണ് ലൈൻ കറണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ലൈൻ കറണ്ടിനെ നമ്മൾ സാധാരണ ഐ എൽ എന്നുള്ള ലെറ്റർ കൊണ്ടാണ് നമ്മളിതിനെ, അല്ലെങ്കിൽ ഐ എൽ എന്നുള്ളതുകൊണ്ടാണ് നമ്മളതിനെ റെപ്രസെൻറ്റ് ചെയ്യുക. ഐ എൽ എന്നുള്ളതുകൊണ്ട് ഇതിനെ റെപ്രസെൻറ്റ് ചെയ്തു, ഇവിടെ കാണിച്ചിട്ടുണ്ട്. സോ നമ്മളെ സർക്യൂട്ടിലുള്ള ലൈൻ കറണ്ടാണ് ഐ ആർ ഈസ് ഈക്വൽ ടു ഐ വൈ ഈസ് ഈക്വൽ ടു ഐ ബി ഈസ് ഈക്വൽ ടു ഐ എൽ എന്ന് കാണിച്ചു. സോ ഐ ആർ എന്ന് പറഞ്ഞാൽ ഐ ആർ എന്നുള്ള കറണ്ടും ഐ വൈ എന്നുള്ള കറണ്ടും ഐ ബി എന്നുള്ള കറണ്ടും ഈക്വലാണ്. അതെന്താണ് ശരിക്കും ലൈൻ കറണ്ടായിട്ട് നമ്മൾ പറയാറുള്ളത്. അതാണ് നമ്മൾ സർക്യൂട്ടിൽ പറഞ്ഞത് ഐ ആർ ഈസ് ഈക്വൽ ടു ഐ വൈ ഈസ് ഈക്വൽ ടു ഐ ബി ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ എൽ. അപ്പോൾ ഇതാണ് ലൈൻ കറണ്ട് എന്ന് പറഞ്ഞാൽ. ഇനി നമ്മൾ പറയാൻ പോകുന്ന റിലേഷൻ ബിറ്റ്വീൻ ഫേസ് കറണ്ട് ആൻഡ് ലൈൻ കറണ്ട് ഇൻ സ്റ്റാർ കണക്ഷൻ. ഒരു സ്റ്റാർ കണക്ഷനിലുള്ള ലൈൻ കറണ്ടിൻ്റെയും അതേപോലെ ഫേസ് കറണ്ടിൻ്റെയും തമ്മിലുള്ള റിലേഷനാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറയാൻ പറ്റും ലൈൻ കറണ്ടും അതേപോലെ ഫേസ് കറണ്ടും സ്റ്റാർ കണക്ഷനിൽ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. നമുക്ക് ഈ ഒരു ഫിഗർ ശ്രദ്ധിച്ചാൽ കാണാം. ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്, ഇവിടെ നോക്കാം. ഇവിടെ ഐ ആർ എന്ന് പറഞ്ഞാൽ ഫേസ് കറണ്ടാണ്. അപ്പോൾ ഇവിടെ നിന്നൊരു കറണ്ട് വന്നാൽ അതേ കറണ്ട് തന്നെയാണ് ഇങ്ങോട്ട് പോകുന്നത്, ഐ ആർ ആയിട്ട് മാറുന്നത്. ഇപ്പോൾ ഐ ആർ എന്നുള്ള കറണ്ട് എത്ര ഉണ്ടോ അത് തന്നെ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നേരെ ലൈനിലോട്ട് പോകുന്നത്. അതേപോലെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഐ ബി എന്നുള്ള കറണ്ട് എത്ര ഉണ്ടോ അത് ഇവിടെ നിന്ന് ഇറങ്ങി ആ കറണ്ടാണ് നേരെ എന്തുകൊണ്ട് പോകുന്നത്, ലൈനിലോട്ട് പോകുന്നത്. അപ്പോൾ ഐ ബി എൻ സികളുടെ തന്നെയാണ് ഐ ബി തന്നെയാണ്. അതേപോലെ ഐ വൈ എന്നുള്ള കറണ്ട്, ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങുന്ന കറണ്ട്, ഈ ഒരു ഫേസിൽ നിന്ന് ഇറങ്ങുന്ന കറണ്ട്, അതാണ് നമ്മൾ ഫേസ് കറണ്ടായിട്ട് പറഞ്ഞത്. അതേ കറണ്ട് തന്നെയാണ് എന്തെന്ന് വൈ എന്നുള്ള ഫേസിലോട്ടും പോകുന്നത്. അങ്ങനെയാണെങ്കിൽ സ്റ്റാർ കണക്ഷനിൽ ലൈൻ കറണ്ടും ഫേസ് കറണ്ടും എന്താണ്, ഈക്വലാണ്. ഇപ്പോൾ ഐ ആർ എൻ ഈസ് ഈക്വൽ ടു, ഇവിടെയുള്ള ഐ ആർ എൻ ഈസ് ഈക്വൽ ടു തന്നെയാണ് ഐ ആർ ആയിരിക്കും. ഇവിടെയുള്ള ഐ വൈ എൻ ഈസ് ഈക്വൽ ടു തന്നെ ആയിരിക്കും, ഐ വൈ തന്നെ ആയിരിക്കും. ഇവിടെയുള്ള ഐ ബി എൻ ഈസ് ഈക്വൽ ടു തന്നെ ആയിരിക്കും, ഐ ബി തന്നെ ആയിരിക്കും. സോ ഇവിടെ നമ്മൾ സ്റ്റാർ കണക്ഷനിൽ ലൈൻ കറണ്ടും അതേപോലെ ഫേസ് കറണ്ടും തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അത് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ കാണിച്ചിട്ടുണ്ട് ഫ്രം ദ വെക്റ്റർ ഡയഗ്രം ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ഇൻ സ്റ്റാർ കണക്ഷൻ ലൈൻ കറണ്ട് ഈസ് ഈക്വൽ ടു എന്താണ്, ഫേസ് കറണ്ടാണ്. സോ സ്റ്റാർ കണക്ഷൻ ലൈൻ കറണ്ട് ഈസ് ഈക്വൽ ടു ഫേസ് കറണ്ട്, ഐ എൽ ഈസ് ഈക്വൽ ടു ഐ ഫേസ് നമ്മൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഇതിൽ റിലേഷൻ ബിറ്റ്വീൻ ഫേസ് വോൾട്ടേജ് ആൻഡ് ലൈൻ വോൾട്ടേജ്. നമ്മൾ ഫേസ് വോൾട്ടേജും അതേപോലെ ലൈൻ വോൾട്ടേജും തമ്മിലുള്ള റിലേഷനാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഫിഗർ കാണിച്ച വളരെ ശ്രദ്ധിച്ച് കാണാം. ഇതിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് 3 വോൾട്ടേജ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മളെ ഫേസ് വോൾട്ടേജ് വി ആർ, വി ഐ, വി ബി എന്നുള്ള ഒരു 3 ഫേസ് വോൾട്ടേജ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട്. അപ്പോൾ വി ആറും വി വൈയും വി ബിയും തമ്മിലുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 120 ഡിഗ്രിയാണ്. അപ്പോൾ ഇവിടെ 120 ഡിഗ്രി നമ്മളിവിടെ മാർക്ക് ചെയ്തു. വി ആറും വി ഐയും തമ്മിലുള്ള 120 ഡിഗ്രി മാർക്ക് ചെയ്തു.
വി വൈയും വി ബിയും തമ്മിൽ 120 ഡിഗ്രി മാർക്ക് ചെയ്തു, വി ബിയും വി ആറും തമ്മിൽ എന്ത് ചെയ്തു 120 ഡിഗ്രി മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഇതിപ്പോൾ മൂന്നും ഫേസ് വോൾട്ടേജ് ആണല്ലോ, നമ്മൾക്ക് ഏതെങ്കിലും ഒരു ലൈൻ വോൾട്ടേജ് ഇവിടെ കൺസിഡർ ചെയ്യണം. ഇപ്പോൾ ആ ലൈൻ വോൾട്ടേജ് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു വി വൈനെ ഇപ്പോൾ ഞാൻ ഒരു വൈ ഫേസിൻ്റെ ആണ് കാണിച്ചിട്ടുള്ളത്, ഏത് എടുക്കുക, വി ബി എടുക്കുക, വി ആർ എടുക്കുക. ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് വി വൈ എന്ന് മാത്രമേ ഉള്ളൂ. ഈ വി വൈനെ എന്ത് ചെയ്തു, നേരെ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പോൾ ഇത് വി വൈ ആണെന്നുണ്ടെങ്കിൽ നേരെ ഓപ്പോസിറ്റ് പോകുന്നത് എന്തായിരിക്കും, മൈനസ് വി വൈ ആയിരിക്കും. അപ്പോൾ മൈനസ് വി വൈ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഇവ തമ്മിലുള്ള ഈ ആറും വൈയും തമ്മിലുള്ള ആറും പിന്നെ ബിയും തമ്മിലുള്ള ആംഗിൾ 120 ഡിഗ്രിയാണ്. ഈ ഒരു ആംഗിൾ 120 ഡിഗ്രിയാണ്. ഈ ആംഗിളിന് ഈക്വൽ സെൻറ്ററിലൂടെയാണ് എന്ത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഏറ്റവും സെൻറ്ററിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ലൈന് ഈ മൈനസ് വി വൈ പാസ് ചെയ്യുന്നത്. ആ ഒരു മൈനസ് വി വൈ ആ ഈക്വൽ സെൻട്രൽ പോയിന്റിലുള്ള പാസ് ചെയ്തുകൊണ്ട് തന്നെ ഈ 120 ഡിഗ്രീൻ്റെ നേർ പകുതിയായിട്ട് മാറും. അതായത് ഇത് തമ്മിലുള്ള ആംഗിൾ എത്രയായിരിക്കും, വി ആറും ഈ മൈനസ് വി വൈയും തമ്മിലുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്രയായിട്ട് മാറും, 60 ഡിഗ്രി ആയിട്ട് നേർ പകുതിയായിട്ട് മാറും. അപ്പോൾ ഇവിടെ നമ്മൾ കാണിച്ചിട്ടുള്ളതിൽ ഇതാകെ 120 ഡിഗ്രി ആയിരുന്നു, ഇത് 120 ഡിഗ്രി ആയിരുന്നു. ഇതിന് നേർ സെൻറ്ററിലൂടെയാണ് എന്ത് ചെയ്ത് മൈനസ് വി വൈ പോയത്. അങ്ങനെയാണെങ്കിൽ വി ആറും മൈനസ് വി വൈയും തമ്മിലുള്ള ആംഗിൾ എത്രയായിരിക്കും, 60 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, 60 ഡിഗ്രി നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്, ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. എത്രയാണ്, 60 ഡിഗ്രി എന്നിവിടെ നമ്മൾ കാണിച്ചിട്ടുണ്ട്, 60 ഡിഗ്രി നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം, വി വൈ എക്സ്റ്റെൻഡ് ചെയ്തു, ഇവിടെ മൈനസ് വി വൈ ആയിട്ട് മാറി. ഇനി വി ആറും വി ഐൻ്റെയും ഇടയിലുള്ള ആംഗിളാണ് വി ആർ വൈ എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ പാരലോഗ്രാം റൂൾ പ്രകാരം നിങ്ങൾ വെക്ടറിൻ്റെ ഇതിലൊക്കെ വെക്ടറിൻ്റെ ചാപ്റ്ററിലൊക്കെ കഴിഞ്ഞ സെമസ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്, പാരലോഗ്രാം റൂള് നിങ്ങൾ ലോ പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ ഈ ഒരു രണ്ട് വെക്ടറിന് ഇതിനെ പാരലോഗ്രാം വരച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, ഇതിൻ്റെ രണ്ടിൻ്റെയും റിസൾട്ടിന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ഇതിന് പാരലായിട്ടുള്ള രണ്ട് ലൈൻ വരച്ചു, അതൊരു പാരലോഗ്രാം ആക്കി മാറ്റി. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ റിസൾട്ടൻ്റായിട്ട് നമുക്ക് എന്ത് കിട്ടും, വി ആർ വൈ എന്ന് കിട്ടും. കാറിൻ്റെയും വൈൻ്റെയും ഇടയിലുള്ളതാണ്. നമുക്ക് എന്ത് കിട്ടി, വി ആർ വൈ എന്ന് കിട്ടി. വി ആർ വൈ എന്ന് പറഞ്ഞാൽ വി ആർ മൈനസ് വി ഐ എന്ന് പറയുന്ന പേരാണ് വി ആർ വൈ എന്ന് പറഞ്ഞു. ഇതാണ് എന്ത് പറഞ്ഞാൽ വി ആർ വൈ എന്ന് പറഞ്ഞാൽ നമ്മളെ ലൈൻ വോൾട്ടേജ് ആയിട്ട് രണ്ട് ആർ എന്നുള്ള ലൈനും വൈ എന്നുള്ള ലൈനും തമ്മിലുള്ള വോൾട്ടേജാണ് വി ആർ വൈ നമ്മൾ പറഞ്ഞു. സോ നമ്മൾ അതാണ് ഇവിടെ ലൈൻ വോൾട്ടേജ് ആയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത്. സോ വി ആറിൻ്റെയും അതേപോലെ വി വൈൻ്റെയും ഇതായിട്ട് നമ്മൾ വി ആറിൻ്റെയും അതേപോലെ വി വൈൻ്റെയും റിസൾട്ടൻ്റായിട്ട് നമുക്ക് എന്ത് കിട്ടി, വി ആർ വൈ നമുക്ക് അവിടെ കിട്ടി. സോ വി ആർ വൈ ഇസ് ഇക്വൽ ടു വി ആർ മൈനസ് വി വൈ നമ്മളിവിടെ കാണിച്ചു. ഇനി നോക്കാം, നമ്മൾ എന്ത് ചെയ്തു, വി ആർ വൈ ഈസ് ഈക്വൽ ടു വി ആർ മൈനസ് വി വൈ ആണെങ്കിൽ നമുക്ക് പാരലോഗ്രാം തിയറം പ്രകാരം വി ആർ വൈ ഈസ് ഈക്വൽ ടു നമുക്കറിയാം, ഇതിൻ്റെ ഫസ്റ്റ് ഇതിൻ്റെ ഈ ഒരാളെ സ്ക്വയർ പ്ലസ് ഇയാളെ സ്ക്വയർ പ്ലസ് ഇയാളെ സ്ക്വയർ, വി ആറിൻ്റെ സ്ക്വയർ പ്ലസ് വി വൈൻ്റെ സ്ക്വയർ 2 ഇൻറ്റു വി ആർ ഇൻറ്റു വി വൈ തമ്മിലുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 60 ഡിഗ്രിയാണ്. ആ രീതിയിലാണ് നമ്മൾ ചെയ്യാൻ പോകുക. അപ്പോൾ ഇവിടെ ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്തു, ഇത് വി ആർ ആണ്, ഇത് വി വൈ ആണ്, തമ്മിലുള്ള ആംഗിൾ എത്രയാണ്, 60 ആണ്. അപ്പോൾ പാരലോഗ്രാം ലോ പ്രകാരം വി ആർ വൈ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് വി ആർ സ്ക്വയർ പ്ലസ് പിന്നെ റൂട്ട് ഓഫ് വി വൈ സ്ക്വയർ പ്ലസ് 2 വി ആർ വി ഐ കോസ് 5 ആണ്. അപ്പോൾ ഇവിടെ കോസ് വി ആറിൻ്റെയും വി വൈൻ്റെയും ഇടയിലുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ 60 ആണ്. സോ കോസ് 60 നമ്മൾ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ വി ആർ സ്ക്വയർ പ്ലസ് വി വൈ സ്ക്വയർ പ്ലസ് വി ആർ ഇൻറ്റു വി വൈ ഇൻറ്റു കോസ് 60 എന്ന് പറഞ്ഞാൽ കോസ് 60 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. അപ്പോൾ 2 ഇൻറ്റു വി ആർ ഇൻറ്റു വി വൈ ഇൻറ്റു കോസ് 60ൻ്റെ വാല്യൂ 1/2 എന്ന് കൊടുത്തു. ഈ 1/2 ഇവിടെ ഈ 2ഉം തമ്മിൽ ക്യാൻസൽ ചെയ്തു. ബാക്കി റൂട്ട് ഓഫ് വി ആർ സ്ക്വയർ പ്ലസ് വി വൈ സ്ക്വയർ 2 പോയി കഴിഞ്ഞാൽ വി ആർ ഇൻറ്റു വി വൈ നിന്നു. സോ റൂട്ട് ഓഫ് വി ആർ സ്ക്വയർ പ്ലസ് വി വൈ സ്ക്വയർ പ്ലസ് വി ആർ ഇൻറ്റു വി വൈ എന്ന് നമുക്ക് കിട്ടി. നമുക്കറിയാം വി ആർ ഈസ് ഈക്വൽ ടു വി വൈ ഈസ് ഈക്വൽ ടു വി ബി എന്ന് പറഞ്ഞാൽ എന്താണ്, ഫേസ് വോൾട്ടേജ് ആണ്, വി ഫേസ് ആണ്. സോ വി ഫേസ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് നമ്മൾ ആ വി ആറിൻ്റെയും വി വൈക്കൊക്കെ പകരം എന്ത് കൊടുത്തു, വി ഫേസ് എന്ന് കൊടുത്തു. അപ്പോൾ വി ഫേസ് സ്ക്വയർ പ്ലസ് വി ഫേസ് സ്ക്വയർ പ്ലസ് ഇവിടെ വി ആർ ഇൻറ്റു വി എ ആയിരുന്നു, രണ്ടിനും വി ഫേസ് കൊടുത്താൽ വി ഫേസ് ഇൻറ്റു വി ഫേസ് എന്തായിട്ട് മാറി, വി ഫേസ് സ്ക്വയർ ആയിട്ട് മാറി. സോ അത് വി ഫേസ് സ്ക്വയർ പ്ലസ് വി ഫേസ് സ്ക്വയർ പ്ലസ് വി ഫേസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ റൂട്ട് 3 വി ഫേസ് സ്ക്വയർ ആണ്.
നമ്മൾ റൂട്ടിനുള്ളിലുള്ള v5² പുറത്തെത്താൽ v5 ആയിട്ട് മാറി, ബാക്കി പുറത്ത് √3 ഇൻറ്റു v5 ആയിട്ട് മാറി. VRY √3 ൻ്റെ v5 നീട്ടി. VRY എന്ന് പറഞ്ഞാൽ VL ആണ്, ലൈൻ വോൾട്ടേജ് ആണ്. സോ VL ഈസ് ഈക്വൽ ടു √3 V ഫേസ് നമുക്ക് കിട്ടി. അതായത് ലൈൻ വോൾട്ടേജ് VL ഈസ് ഈക്വൽ ടു √3 ഇൻറ്റു ഫേസ് വോൾട്ടേജ്. അപ്പം ലൈൻ വോൾട്ടേജ് കാണാനുള്ള ഇക്വേഷനാണ് ലൈൻ വോൾട്ടേജ് ഈസ് ഈക്വൽ ടു √3 ഫേസ് വോൾട്ടേജ് ആയിരിക്കും. അപ്പോൾ VL ഈസ് ഈക്വൽ ടു √3 ഫേസ് വോൾട്ടേജ് ആണ്. അപ്പോൾ സ്റ്റാർ കണക്ഷനിൽ ലൈൻ വോൾട്ടേജും ഫേസ് വോൾട്ടേജും തമ്മിലുള്ള റിലേഷൻ നമ്മളിവിടെ കണ്ടുപിടിച്ചു. സ്റ്റാർ കണക്ഷനിൽ ലൈൻ വോൾട്ടേജ് ഈസ് ഈക്വൽ ടു √3 ഫേസ് വോൾട്ടേജ് ആയിരിക്കും. അപ്പോൾ ഇതാണ് തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ.